ഞങ്ങൾ അവിടുന്ന് ഇന്നലെ കളക്ടർ വിളിച്ചിട്ട് ഇവിടെ ഫ്രീസർ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി 12 മണിക്ക് കളക്ടറേറ്റിൽ നിന്ന് ഒരു പാസ്സൊക്കെ ആയിട്ട് ഞങ്ങൾ സാധനം എടുത്തിട്ട് വന്നതാണ്. ഇവിടെ എത്തുമ്പോൾ വളരെ ഭീകരാന്തരീക്ഷമാണ് ഉള്ളത്. കുറെ ബോഡികൾ കാണുന്നുണ്ട്. ആ ഒരവസ്ഥയിലാണ് ഉള്ളത്. ഞങ്ങൾ മറ്റേ ഭക്ഷണ സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളത് കാര്യം കൂടി ഇപ്പോൾ ഇവിടെ അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ വീടുകളിലൊക്കെ അങ്ങനെ എത്തിക്കാം. ഇവിടെ ക്യാമ്പിലൊക്കെ അത്യാവശ്യം കാണുന്നുണ്ട് സാധനങ്ങൾ. വീടുകളിലൊക്കെ എത്തിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഫ്രീസറുകൾ ഇവിടെ ആവശ്യത്തിന് ആയിക്കഴിഞ്ഞു. അല്ല, ഞങ്ങൾ നേരത്തെ വന്നു. ഞങ്ങൾ ഫ്രീസർ എടുത്തിട്ട് നേരത്തെ ഞങ്ങൾ ഇന്നലെ രാത്രി വിട്ടു കഴിഞ്ഞു. പിന്നെ ഇവനും ഫ്രീസർ ആവശ്യമുണ്ടെന്നാണ്. ഇന്നും കുറെ ബോഡി കിട്ടാണ്ടതുകൊണ്ട് ഫ്രീസർ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ ഞങ്ങൾ എത്തിച്ചു. പിന്നെ ഇവിടുത്തെ സാഹചര്യം കണ്ട് ഞങ്ങൾ താങ്ങാൻ പറ്റുന്നില്ല. അത്രയും ദുഃഖകരമാണ്. ഇവിടെയുള്ളവരോടൊക്കെ ഇങ്ങനെ ഇവിടെയുള്ള ലോക്കൽസിനോട് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് ഏകദേശം ഇനിയും 100ന്റെ മേലെ ആൾക്കാരെ കിട്ടാനുണ്ടാവും. അപ്പോൾ ഫ്രീസർ അത്യാവശ്യം ഇനിയും ഉണ്ടെങ്കിൽ ആവശ്യം വരും എന്നാണ് പറയുന്നത്. വണ്ടി ഒന്നും കടത്തിവിടില്ല, ആംബുലൻസ് കടത്തിവിടുന്നില്ല. ഫ്രീസർ ഉണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ കളക്ടർ പാസ് ഉള്ളത് കൊണ്ട് ഡയറക്റ്റ് ഞങ്ങൾ കടത്തിവിട്ടാണ്. അങ്ങനെ അനാവശ്യമായ വാഹനങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതെ 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 നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. ചെർക്കുള്ള കാസർഗോഡിന്റെയാണ്. ഞങ്ങൾ ഹെൽപ്പിനും വേണ്ടിയിട്ട് ഞങ്ങൾ ഓൾറെഡി ഇന്ന് വരാനും വേണ്ടി ഇറങ്ങി. അതുകൊണ്ട് ഇന്നലെ ഫ്രീസർ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് രാത്രി എടുത്തിട്ട് വന്ന് ഞങ്ങളെ ബാക്കി പിന്നെ ഫുഡിന്റെ ഐറ്റംസ് ആയിട്ട് ഇന്ന് വൈകുന്നേരം അവിടെ നിന്ന് കാസർഗോഡ് നിന്ന് വരുന്നുണ്ട്.